കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കുന്നു ഇസ്രയേലും ഇറാനും എന്നുള്ളതാണ്. ഇറാന് നേരെ പുതിയ ആക്രമണം ആരംഭിച്ചുവെന്ന് ഇസ്രായേൽ സേന ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾക്ക് നേരെയാണ് ഈ ആക്രമണം എന്നുള്ള അവകാശവാദമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. KR ഗോപികൃഷ്ണൻ കൂടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. GK, ഇതിനിടയിൽ വരുന്നൊരു വാർത്ത നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ UN രക്ഷാസമിതി യോഗം അടിയന്തരമായി, അതായത് ഇന്ന് തന്നെ ചേരുമെന്നുള്ളതാണ്. എത്ര നാൾ വരെ ഈ യുദ്ധം നീളുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. കാരണം GCC രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണമുണ്ട്. അത് ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് മലയാളികളെയൊക്കെ ആശങ്കയിലാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് എത്ര വേഗം ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ അത്ര വേഗത്തിൽ എന്നുള്ളതാണല്ലോ. ഈ UN ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ? ഡോക്ടർ ഉന്മേഷ്, നമുക്കറിയാം ഐക്യരാഷ്ട്ര സഭയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സമാധാനം കൊണ്ടുവരാനോ പുനഃസ്ഥാപിക്കാനോ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനോ ഉള്ള ശേഷിയില്ലാതായിട്ട് കാലം കുറയായി. 2003 ഇറാഖിനെതിരെ അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ എന്തുകൊണ്ടായിരുന്നു ഈ അധിനിവേശം എന്ന കാര്യമൊക്കെ കൃത്യമായി ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് കോളിൻ പൗലൊക്കെ അന്ന് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചപ്പോൾ അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്നും അവിടെ കെമിക്കൽ വെപ്പൺസ് ഉണ്ട് എന്നും ഒക്കെ ഐക്യരാഷ്ട്രസഭയെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടായിരുന്നു അന്നത്തെ അമേരിക്കയുടെ അധിനിവേശ നീക്കങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു, സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന് ഏതെങ്കിലും തരത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ വിശ്വാസമുണ്ടെന്നോ അങ്ങനെ ഒരു സംഘടന, അങ്ങനെ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധ്യമൊന്നും അമേരിക്കൻ പ്രസിഡന്റിന് ഇല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ അടിയന്തര യോഗം ചേർന്നതുകൊണ്ട് എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നോ ഈ ആക്രമണവും യുദ്ധത്തിൻ്റെയും ഒക്കെ സാഹചര്യം പെട്ടെന്ന് തന്നെ പൊടുന്നനെ ഇല്ലാതാകുമോ എന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല. അതിനേക്കാൾ ഫലപ്രദമായിരുന്നു 2025 ജൂണിൽ നമ്മൾ കണ്ടതുപോലെ ഏറ്റവും ഒടുവിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുന്നതും അവിടെ പിന്നീട് ഇറാനിലെ ആണവ പദ്ധതി സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു അനുനയ ചർച്ചയ്ക്ക് ഒമാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായതും ആ ഘട്ടത്തിൽ ഇനി ഞങ്ങൾ ഈ ആണവ സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനമെന്ന് അന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞതും പിന്നീട് അനുനയ ചർച്ചകൾക്ക് ഇറാൻ സന്നദ്ധമായ സാഹചര്യവുമൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഇസ്രായേലും അമേരിക്കയും തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ആക്രമണവും അതിന്റെ ഭാഗമായി ഇറാന്റെ പ്രത്യാക്രമണത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന യുദ്ധസമാനമായ സാഹചര്യവുമൊക്കെ നിയന്ത്രണ വിധേയമാകണമെങ്കിൽ അതിൽ മുൻകൈ എടുക്കേണ്ടത് ഈ രാഷ്ട്രങ്ങൾ തന്നെയാണ്, അമേരിക്കയും ഇസ്രായേലും ഒക്കെ തന്നെയാണ്. കാരണം ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത് ഏകപക്ഷീയമായ ഒരു ആക്രമണത്തിലാണ്. അതേസമയം തന്നെ ഐക്യരാഷ്ട്രസഭ എന്നൊരു സംഘടന നമ്മുടെ മുന്നിലുണ്ട്. ആ സംഘടനയിൽ വിശ്വാസം അർപ്പിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഫ്രാൻസ് അടിയന്തരമായ ഒരു യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ ഐക്യരാഷ്ട്ര രക്ഷാസമിതി യോഗം ചേരണം എന്ന ആവശ്യം ഫ്രാൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്. വീറ്റോ അധികാരമുള്ള രാഷ്ട്രങ്ങളാണ് അവിടെയുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കങ്ങളോ ശ്രമങ്ങളോ സമാധാന ചർച്ചകളൊക്കെ ഒറ്റയടിക്ക് അത് വേണ്ട എന്ന് വെക്കാനുള്ള അധികാരം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ ഉന്മേഷ് ഞാൻ പറഞ്ഞത് ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്ന് ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അതേസമയം എന്തെങ്കിലുമൊക്കെ സാധ്യത സമാധാനത്തിനായി ഉണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ സാധ്യതകളെയും ലെറ്റ് പീസ് ബി ഗിവൺ എ ചാൻസ് എന്ന് പറഞ്ഞ സമാധാനത്തിന് ഒരു അവസരം കൊടുക്കൂ എന്ന് പറയുന്നത് പോലെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെ നമുക്ക് സ്വാഗതം ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വിവരങ്ങൾ കൂടുതൽ കനക്കുകയാണ് എന്നതാണ്. ഇസ്രായേലിലും അമേരിക്കയുടെയും സംയുക്തമായ ആക്രമണം വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രത്യാക്രമണവും നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ദുബായിലെ പാം ജുമേറയിൽ ഇവിടെ തീപിടുത്തത്തിൽ ഏതാനും പേർക്ക് പരിക്കേറ്റ വാർത്ത നമുക്ക് നേരത്തെ മുഹമ്മദ് റഹീസ് നൽകി. ഇതാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. കാരണം ഗൾഫ് മേഖലയിൽ ഒന്നാകെ ആശങ്ക വിതറുന്ന വിധത്തിലായിരിക്കും ഇറാന്റെ പ്രത്യാക്രമണം. കാരണം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ബഹ്റൈനിലായാലും UAE-യിലായാലും സൗദിയിലായാലും ഖത്തറിലായാലും ഈ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മിസൈൽ ആക്രമണമായിരിക്കും ഇറാന്റെ ഭാഗത്ത് ഇനി ഉണ്ടാവുക. കാരണം അവരുടെ പ്രതിരോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും. അത് ബാധിക്കാൻ പോകുന്നത് ഗൾഫ് മേഖലയായിരിക്കും. അത് ആശങ്കയുണ്ടാക്കുന്ന സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധസമാനമായ സാഹചര്യത്തിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ യുദ്ധം തുടങ്ങി വെച്ചിരിക്കുന്നത്, ഈ ആക്രമണം തുടങ്ങി വെച്ചിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയുമാണ്. അത് ഏതെങ്കിലും ഒരു പ്രകോപനത്തിന്റെ ഭാഗമായി പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ല. അത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ഒടുവിൽ സംഭവിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വ്യക്തമായ ഒരു ഉദ്ദേശവും ലക്ഷ്യവും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത്
ഈ ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുള്ള അൽ ഖമേനിയുടെ കൊലപാതകം അദ്ദേഹത്തെ വധിക്കുകയാണോ, അതിലൂടെ ഒരു ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റുക എന്നുള്ളതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകാനിരിക്കുന്നതേ ഉള്ളൂ. ഇറാനിൽ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടാവുകയും അവിടെ സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെടുകയും ജനങ്ങൾ തെരുവിലിറങ്ങി, പ്രക്ഷോഭകാരികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്ത ഡിസംബർ മാസത്തിന്റെ അവസാന വാരം നമ്മൾ കണ്ട ഇറാനിലെ ദൃശ്യങ്ങൾ, അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാചകം ഇപ്പോഴും നമുക്ക് ഓർമ്മിക്കാം. നിങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടേയിരിക്കൂ എന്നാണ് ഇറാനിലെ ജനങ്ങളോട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. വിജയം ഈ വഴിയെ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒപ്പം നിങ്ങളുടെ അടുത്തേക്ക് വിജയം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതായത് ഇറാൻ എല്ലാ കാലത്തും ആരോപിക്കുന്നത് അവിടെ നടന്നിട്ടുള്ള ആഭ്യന്തരമായ അസ്വസ്ഥതകൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇസ്രയേലും അമേരിക്കയുമാണ് എന്നതാണ്. അതിന് തെളിവായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ. ആ ആഭ്യന്തര പ്രശ്നങ്ങളും അതിനെ തുടർന്നുണ്ടായ അസ്ഥിരതയും ഒക്കെ ഇറാനെ കൂടുതൽ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തെ കൃത്യമായി മുതലെടുത്തുകൊണ്ട് ഇറാനെ ആക്രമിക്കാം എന്നതുമാണ് ഇസ്രയേലും അമേരിക്കയും ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ ആക്രമണത്തിന് പിന്നിൽ ഉള്ളത്. മാത്രമല്ല അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി, ജനങ്ങൾക്ക് ഭരണകൂടത്തിന്മേലുള്ള അതൃപ്തി, അതിനെല്ലാം പുറമെ കഴിഞ്ഞ ജൂണിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിന്റെ ഭാഗമായി ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ക്ഷതമേറ്റു എന്നൊക്കെയുള്ള കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണം. പക്ഷേ ഒരു കാലത്തും തോറ്റുകൊടുത്തിട്ടില്ലാത്ത ഇറാന്റെ പാരമ്പര്യം നമുക്കറിയാം. അതിന്റെ തുടർച്ച എന്നോണം ഇറാൻ ശക്തമായ പ്രത്യാക്രമണത്തിന് ഒരുങ്ങുകയാണ്. ഡോക്ടർ ഉന്മേഷ്, നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ആശങ്ക അത് ഗൾഫ് മേഖലയിൽ എങ്ങനെ ബാധിക്കാൻ പോകുന്നു, ഏത് തരത്തിലുള്ള പ്രത്യാഘാതമാണ് അത് ഗൾഫ് മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നതാണ്. അതിന് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമാണ് പാം ജുമേറയിൽ ഇപ്പോൾ നമ്മൾ കണ്ട മിസൈൽ ആക്രമണത്തിലുണ്ടായ തീപിടുത്തവും അതിൽ ഏതാനും പേർക്ക് പരിക്കേറ്റ സംഭവവും. ഡോക്ടർ ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.